എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിങ്ങളുടെ വീടിൻ്റെയും സ്കൂളിൻ്റെയും ചുറ്റുപാടിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു കാണും. നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടാകും. ജലാശയങ്ങൾ വറ്റി വരണ്ട് കാണും. വയലുകളും മറ്റും മണ്ണിട്ട് നികത്തിയിട്ടുണ്ടാകും. ഇന്ന് നമുക്ക് ചുറ്റും ഇവയെല്ലാം സ്വാഭാവികമായൊരു പ്രക്രിയയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ പകരം മറ്റൊരു മരം വെച്ചുപിടിപ്പിക്കുവാൻ ആരും ശ്രമിക്കാറില്ല. കുളം, തോട് തുടങ്ങിയ ജലാശയങ്ങൾ നികത്താനല്ലാതെ പുതിയവ സൃഷ്ടിക്കുവാൻ ആർക്കും താല്പര്യവുമുണ്ടാകില്ല. ഈ വേനലിൽ നിങ്ങളെ ഏറ്റവും കുഴപ്പിക്കുന്നത് കടുത്ത ചൂട് തന്നെയാണ്. അന്തരീക്ഷത്തിൽ ഇത്രയധികം ചൂടുയരാൻ എന്താണ് കാരണം? കാക്കയ്ക്കിരിക്കാൻ പോലും തണലില്ല എന്ന് പഴമക്കാർ പറയുന്നത് പോലെയാണ് ഇപ്പോൾ മിക്കയിടങ്ങളിലും കാണാനായി സാധിക്കുന്നത്. ഒരു 5 വർഷം മുൻപ് നിങ്ങൾ കണ്ടുപരിചയിച്ച പല കാട്ടുപൂക്കളും ചെടികളുമെല്ലാം ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി വന്നിരുന്ന ചില പക്ഷികളെയും പ്രാണികളെയും തന്നെ കാണാതായി. ഇതിനെല്ലാം എന്തായിരിക്കും കാരണം? മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തികളാണ് ഇതിനെല്ലാം പ്രധാന കാരണം. ജനസംഖ്യയിലെ വർധനവും കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും കാരണം അപകടകരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഭൂമിയുടെ സ്വാഭാവികമായ ഘടന നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാവി തലമുറയ്ക്കായി ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഏപ്രിൽ 22 നാം ഭൗമദിനമായി ആചരിക്കുന്നത്. ബോധവൽക്കരണത്തിനോടൊപ്പം ഭൂമിയെ സംരക്ഷിക്കാൻ ഊർജം നൽകുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലോക ഭൗമദിനത്തെക്കുറിച്ചാണ്. ഭൂമിയെ, നാം വസിക്കുന്ന നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറയുകയാണ് ഓരോ ഭൗമദിനവും. ഭൗമദിനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും എങ്ങനെയാണ് ഭൗമദിനം ഉണ്ടായത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം അറിയാനായി പോകുന്നത്. ഭൗമദിനം എങ്ങനെയാണ് ഉണ്ടായത്? ഭൗമദിനം ആചരിക്കാൻ തുടങ്ങുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. 1960കളിൽ പ്രകൃതി വിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും തകർച്ചയെ തുടർന്ന് ആഗോളതലത്തിൽ തന്നെ ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി നശീകരണത്തിനെതിരെ 20 ദശലക്ഷം ആളുകൾ തെരുവിലിറങ്ങിയ 1970 ആദ്യമായി ഭൗമദിനം ആചരിച്ചത്. 1969 സാന്താ ബാർബറ എണ്ണച്ചോർച്ച, പുകമഞ്ഞ്, മലിനമായ നദികൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഈ സംഭവത്തിന് കാരണമായി. 1969 ജനുവരി 28 കാലിഫോർണിയയിലെ സാന്താ ബാർബറ തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ യൂണിയൻ ഓയിൽ എന്ന കമ്പനി കുഴിച്ച എണ്ണക്കിണർ തകർന്ന് 3 ദശലക്ഷത്തിലധികം ഗ്യാലൻ എണ്ണ ഒഴുകി 10,000-ലധികം കടൽ പക്ഷികൾ, ഡോൾഫിനുകൾ, സീലുകൾ, കടൽ സിംഹങ്ങൾ എന്നിവ ഇല്ലാതായിരുന്നു. ഇതേ തുടർന്ന് അക്കാലത്ത് ഉയർന്നു വന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉത്കണ്ഠകളും
അമേരിക്കയിലെ വിസ്കോൺസിൻ സെനറ്റർ ഗെയ്ലോഡ് നെൽസനെ ഇരുത്തി ചിന്തിപ്പിച്ച സാഹചര്യത്തിലാണ് ജനങ്ങളിൽ പാരിസ്ഥിതിക അവബോധം ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ വിദ്യാർത്ഥിയായ ഡെനിസ് ഹെയ്സിൻ്റെ സഹായത്തോടെ 1970 ഏപ്രിൽ 22 ആദ്യത്തെ ഭൗമദിനം ആചരിക്കുന്നത്. നിരവധി ആളുകൾ പങ്കെടുത്ത ഈ പരിപാടിയുടെ ഫലമായി ക്ലീൻ എയർ ആക്ട് 1970, വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾക്കായുള്ള നിയമം 1973 തുടങ്ങിയവയിലേക്ക് ഇത് നയിച്ചു. റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് 1962, പോൾ എൽറിച്ചിന്റെ ദി പോപ്പുലേഷൻ ബോംബ് 1968 എന്നീ പുസ്തകങ്ങൾ പൊതുജന അവബോധം വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ചില പുസ്തകങ്ങളാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഏപ്രിൽ 22 ആഘോഷിക്കുന്ന ലോക ഭൗമദിനം ലോകമെമ്പാടുമുള്ള ഒരു പരിപാടിയാണ്. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, വനനശീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഇത് ഊന്നിപ്പറയുന്നു. ഭാവി തലമുറകൾക്കായി ഗ്രഹത്തെ സുരക്ഷിതമാക്കുന്നതിന് പ്രായോഗിക നടപടികൾ സ്വീകരിക്കാൻ എല്ലാ വ്യക്തികളെയും സമൂഹങ്ങളെയും സർക്കാരുകളെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2025 ലോക ഭൗമദിനത്തിൻ്റെ തലക്കെട്ട് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ പരിസ്ഥിതി ദുരുപയോഗവും പരിഹരിക്കുന്നതിന് പുനരുപയോഗിക്കാവുന്ന ഊർജം അടിയന്തരമായി ആവശ്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. 2030 ആകുമ്പോഴേക്കും പുനരുപയോഗ ഊർജ ഉൽപ്പാദനം 3 ഇരട്ടിയാക്കുന്നതിനുള്ള ഒരു കൂട്ടായ വെല്ലുവിളിയാണ് ഈ പദ്ധതി സ്ഥാപിക്കുന്നത്. പ്രധാനമായും സൗരോർജം, കാറ്റ്, ജലവൈദ്യുത, ഭൂതാപ, വേലിയേറ്റം തുടങ്ങിയ ശുദ്ധമായ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം പുനരുപയോഗ സ്രോതസ്സുകൾ ഉപയോഗിക്കണം. അങ്ങനെ ഹരിതഗൃഹവാതക ഉദ്വമനത്തിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയും ശുദ്ധമായ പൊതുജനാരോഗ്യവും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുകയും അത് ഉറപ്പാക്കുകയും ചെയ്യും. ഇതാണ് ഭൗമദിനത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം. നമ്മുടെ വീഡിയോ ഏവർക്കും അറിവ് നൽകുന്നതും ഉപയോഗപ്രദമാകുന്നതും ആകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.